നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉടച്ച് അതിലേക്ക് കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളിയൊക്കെ ചതച്ചിട്ടു. പിന്നെ കുറച്ച് ഉള്ളി നമ്മൾ നൈസായിട്ട് അരിഞ്ഞു കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. അപ്പം എല്ലാം കൂടെ നല്ല മിക്സിങ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം എടുത്തോണ്ട് പോയിട്ടുണ്ട് മിക്സ് ചെയ്യാൻ കേട്ടോ. അപ്പം അമ്മ അതാ മുട്ട പൊളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഷേപ്പ് ആയിട്ട് നോക്കണ്ട കേട്ടോ. നമ്മൾ അപ്പൊ ചേച്ചി ഇതാ കൈ എടുത്തതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടാ. ഉരുളക്കിഴങ്ങിലേക്ക് നമ്മൾ മുട്ട ഈ സാധനം വെച്ചിട്ട് ചരിഞ്ഞ് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. നല്ല രസാട്ടോ കാണാൻ. ഗ്രേറ്റ് ചെയ്ത് വെച്ച സാധനത്തിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി നന്നായി കുഴച്ച് ഇളക്കിയെടുക്കുക. കുറച്ച് ഗരം മസാല, കുറച്ച് ഗോതമ്പ് പൊടിയും ഇട്ട് കൊടുക്കാം. കുഴച്ചൊഴിച്ച് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അടിപൊളിയായിട്ടോ. നമ്മൾ സ്റ്റൗവിൽ നമ്മൾ അടിപൊളിയായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പാനിലേക്ക്. അപ്പോൾ ഇങ്ങനെ കേട്ടോ നമുക്ക് കിട്ടേണ്ട ഒരു കട്ട്ലേറ്റിൻ്റെ ഒരു ഇതേപോലെ കിട്ടണം കേട്ടോ. ചേച്ചി അപ്പം നന്നായി അടിപൊളിയായിട്ട് പരത്തുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ഇപ്പോൾ 2 ആയിട്ടുണ്ട്. കുറച്ച് ഒരു സൈഡ് വേഗം. അപ്പോൾ അതാ നമ്മൾ നേരത്തെ ഗോതമ്പ് കലക്കി വെച്ചില്ലേ, അതിലേക്ക് നമ്മൾ ഒരു കട്ട്ലേറ്റ് ഇട്ട് എന്നിട്ട് മറ്റേ റസ്ക് ഗ്രാംസ് ഇല്ലേ അതിലിട്ട് മുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതാ എണ്ണയിലിട്ടു ഗായ്സ്. അപ്പം എല്ലാം അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് പൊരിച്ചിട്ട് കാണാം. അപ്പം നമ്മുടെ കട്ട്ലേറ്റ് ഇതാ വളവളാന്ന് പൊരിയുന്നുണ്ട് കേട്ടോ. ഇത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കട്ട്ലേറ്റ്. അപ്പോൾ ഇന്നത്തേക്ക് നമ്മുടെ ഇത്ര വീഡിയോ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ. നമ്മളെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.